അയ്യോ താഴെ പോയല്ലോ. എന്താ സതീഷ് ഇത്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാവ പോലും ഇല്ല. ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ളതല്ല, എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാ. ഉം. അശ്വതി വന്ന ഉടനെ വീട്ടുജോലിക്ക് ആളിനെ തേടണം. എനിക്ക് കുഞ്ഞിനെ നോക്കാൻ നേരം പോരാതെ വരും. നിന്റെ ദേഷ്യത്തിന് ഒരാഴ്ച പോലും ഒരു വേലക്കാരി ഇവിടെ നിൽക്കൂല. പിന്നെന്ത് ചെയ്യും? മതി, നിർത്തുന്നുണ്ടോ ഈ കളിയാക്കല്? അതെ, നമുക്കൊരു തയ്യൽ മെഷീൻ വാങ്ങണം. എന്തിനാ? അശ്വതിക്ക് റെഡിമെയ്ഡ് ഡ്രസ് വാങ്ങിച്ചാ അത് ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. അയ്യോ, നിന്റെ തൊല്ല സഹിക്കാൻ വയ്യ മോളെ. 2 ദിവസമായിട്ട് ഈ അശ്വതി അശ്വതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. വാങ്ങിച്ചോണ്ട് വന്നില്ലേ? എന്താ അങ്ങനെ നോക്കുന്നത്? എന്തോന്ന്? മറന്നുപോയോ? ഇന്ന് നമ്മുടെ വെഡിങ് ഡേയാ. സാരി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിരുന്നു. കറക്റ്റ്. ഞാൻ കടയിലെല്ലാം കയറി ഇറങ്ങി നോക്കി, പക്ഷെ നിനക്ക് പറ്റിയ ഒന്നുപോലും കിട്ടിയില്ല മോളെ. നിങ്ങൾ കഥ പറയൊന്നും വേണ്ട. നിങ്ങൾ സാരി വാങ്ങിച്ചോണ്ട് വരുന്നത് വരെ ഈ ടവൽ ഇട്ടോണ്ട് തന്നെ ഞാൻ നടക്കും. ആക്ച്വലി നീ സാരി ഉടുക്കുന്നതിനേക്കാളും ഈ ടവലിലാണ് ഭംഗി. എന്തിനെ പിടിച്ചു വലിക്കുന്നേ? ഈ വേഷത്തിൽ പുറത്തേക്ക് പോവാതെ. ഈ വേഷം എനിക്ക് കൊള്ളാന്ന് പറഞ്ഞില്ലേ? അത് എനിക്ക് മുമ്പിൽ മാത്രമല്ലേ. നിനക്ക് എത്ര സാരി വേണേലും വാങ്ങിച്ചുതരാം. ദയവ് ചെയ്ത് ഈ വേഷത്തിൽ പുറത്തേക്ക് മാത്രം വരല്ലേ മോളെ. ആഹാ, നീയാണോ? എത്ര നേരമായി ഞാൻ ബെല്ലടിച്ചോണ്ടിരിക്കുന്നു. നിനക്കെന്താ കാത് കേൾക്കില്ലേ? വാ. ലീലയ്ക്ക് നല്ല സുഖമില്ലടാ, ഞാൻ അവളുടെ കൂടെ ഇരിക്കായിരുന്നു. ഭാര്യക്ക് സുഖമില്ലേ? ഞാൻ പോയി കണ്ടിട്ട് വരാം. ഇവിടെ വന്നിരി. അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ നിന്റെ ഭാര്യയെ കാണണം. പറയുന്ന കേക്ക്, പുറത്തേക്ക് വാ, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. വാ, പറയുന്ന കേക്ക്. അവൾക്കല്ലേ സുഖമില്ലാന്ന് പറഞ്ഞത്, പിന്നെ ഷോപ്പിംഗ്? എനിക്ക് ഇപ്പൊ കാണണം. പറയുന്ന കേക്ക്, വാ ഇങ്ങോട്ട്. ഷോപ്പിങ്ങിന് ഞാൻ മേലെ പോയി കണ്ടിട്ട് ഷോപ്പിങ്ങിന് പോവാനേ. പിന്നെ വാ. ഹായ്. ഞാൻ വന്ന് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുന്നത് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇത്രയും ദിവസം ഇങ്ങനെ കണ്ണുപൊത്തി കളിക്കുന്നത്, ചിരിക്കുന്നത്, ഇതൊന്നും ഇഷ്ടമില്ലായിരുന്നു. വേറെ വഴിയില്ല. ഇത് പുറത്തറിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. കുറച്ച് നാൾ ക്ഷമിക്ക്. ഇത് നിനക്കുള്ളതാ. എന്താ അത്? ഇന്നെന്റെ വെഡിങ് ആനിവേഴ്സറിയാ. എനിക്കൊരു അച്ഛനാവാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതിനുള്ള നിനക്കുള്ള പ്രസന്റേഷനാണിത്. ഇതിന്റെ അവസാനം എന്തായിരിക്കും? ആക്സിഡന്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് യാത്ര ചെയ്യാണ്ടിരിക്കുവോ ആരെങ്കിലും? വേദാന്ത എന്നോട് വേണ്ട. നീ എത്രയും പെട്ടെന്ന് ഈ സാരി ഉടുത്തിട്ട് വാ, നമുക്ക് സിനിമയ്ക്ക് പോവാം. എങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകും. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ? ഞാൻ സഹായിക്കണോ? അയ്യോ. കം ഫാസ്റ്റ്. ഓക്കേ മോനെ ഉണ്ണിക്കുട്ട, ഇന്നെന്തേലും നടക്കും. നീ ആരോടും പറയണ്ട കേട്ടോ. സാർ, ചേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്ന. നിനക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞ് എന്നെ എന്തിനാ പേടിപ്പിക്കുന്നത്? അതല്ല സാർ, മാഡം ഇങ്ങനെയൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞാല് എന്റെ പണി ആകെ പോകും. ഈ സാരിയിൽ ഞാൻ എങ്ങനെയുണ്ട്? നീ എടുത്തോണ്ട് ഈ സാരിക്ക് പോലും ഭംഗിയായി. ഈ സ്ഥലം മാഡം വരുന്നു. നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ഗീത, ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ മോളെ, സാറ് ദിവസം ഇവിടെ വരുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. മാഡത്തിന്റെ ചെവിയിലെത്തി അന്നേരം അറിയും വിവരം. ചേച്ചി അറിഞ്ഞാലേ അത് ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ അതിന് വിഷമിക്കുന്നേ?
ഗേറ്റ് എന്താ തുറന്നു കിടക്കുന്നത്? അതിപ്പോഴാ കറണ്ടിന്റെ മീറ്റർ നോക്കാൻ വേണ്ടിട്ട് ഇലക്ട്രിസിറ്റി നാള് വന്നതാ. ചെന്ന് അടച്ചിട്ട് വാ. ഏതാ ഈ പുതിയ സാരി? ഞാൻ വാങ്ങിച്ചതാ. എന്ന് വെച്ചാ നീ പുറത്തു പോയോ? ഇല്ല, ഉസ്മാനോട് പറഞ്ഞു വാങ്ങിച്ചതാ. പ്രസവം കഴിയുന്നവരെ സാരി ഉടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? താൻ എന്തിനാ സാരി വാങ്ങിച്ചു കൊടുത്തേ? ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അത് സാരി വിൽക്കുന്ന ഇതിലെ കൂടെ വന്നായിരുന്നു. അന്നേരം പിന്നെ തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആരെ അകത്ത് വിടരുതെന്ന്? ഗീത മേഡം പറഞ്ഞു അകത്തേക്ക് വിടാൻ. ഞാനങ്ങ് വിട്ടു. സാരി വിൽക്കുന്നവന്റെ വേഷത്തില് ആ ബെന്നി ആയിരിക്കും വന്നത്. അല്ലേ മേഡം, അവരെയൊക്കെ എനിക്കറിയാം. അവരൊന്നും അല്ല. അകത്ത് പോ. എന്താ അത്ര ദേഷ്യം? എവിടുന്നാ വരണേ? ആ ഗീതയുടെ പെരുമാറ്റം അത്ര ശരിയല്ല. എന്തു പറ്റി? അവളുടെ പ്രസവം കഴിയുന്നത് വരെ സാരി ഉടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. സാരി ഉടുത്തവള് നടക്കുമ്പോ വയറ്റിലുള്ള കുഞ്ഞിന് ശ്വാസം കിട്ടാതെ പോയാലോ? ഒരു പക്ഷെ അവക്ക് ആ വിവരം അറിയാഞ്ഞിട്ടായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നതാ. ആ സാരി ഞാൻ വാങ്ങിക്കൊടുത്തതല്ല. ആ ബെന്നി അവിടെ വന്നു പോകുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അത് ബാധിക്കും. അശ്വിനെ ഉദ്ദേശിച്ചാ ഞാൻ എല്ലാം സഹിച്ചു പോകുന്നത്. ഇക്കണക്കിന് അവൾ വന്നു കഴിഞ്ഞാൽ നീ എന്നെ കൂടെ മറന്നു കളയെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ അച്ഛനാകാൻ പോകുന്നു. ഇനി കഴിഞ്ഞതൊന്നും ഓർത്തോണ്ടിരിക്കരുത്. മോളെ കാണാൻ ആരോ വന്നേക്കുന്നു. ആരാ? പേര് ബെന്നി എന്നാ. പക്ഷെ മോൻ കാണുമ്പോ ഒരു പന്നിയുടെ ലക്ഷണം. ബെന്നി, നീ ഇവിടെ? എന്റെ അടുത്ത് സംസാരിക്കാൻ പോലും നിനക്ക് സമയമില്ല അല്ലേ? ബെന്നി, നീ സംസാരിക്കുന്നൊന്നും ശരിയല്ല. നീ ചെയ്യുന്നത് മാത്രം ശരിയാണോ? മര്യാദയ്ക്ക് എന്നോട് പറയാ പുറത്തു പോടാ. നീ മിണ്ടാതിരിക്കടാ. എനിക്ക് അർജന്റായിട്ട് കുറച്ച് പൈസ വേണം. എന്നോട് എവിടുന്ന പൈസ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് 5000 രൂപ വേണം. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഏയ്, ആ, പൈസ- വിട്. ഏയ്, ബെന്നി, ഓടാ, ഇങ്ങോട്ട് മാറാ അങ്ങോട്ട്. വിടാനാ പറഞ്ഞത്. നിക്ക് ബെന്നി, പൈസ അത് കൊണ്ടുവരാം. മുമ്പേ പറഞ്ഞാ പോരെ? എടാ, ഇത് ആ കക്ഷിയാണല്ലോ. നിനക്കെങ്ങനെ അറിയാം? അയാളെ ഞാൻ സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടതാ. അപ്പൊ ഇതിവിടെ രണ്ടാമത്തെ ഭാര്യയായിരിക്കും. അതാ പെണ്ണുങ്ങളോട് തന്നെ ചോദിക്കാം. ഓക്കേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും നാളായിട്ട് ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ അവനെ കണ്ടിട്ട് ഏകദേശം 2 ആഴ്ചയായി. അദ്ദേഹത്തെ കണ്ടിട്ട് 2 ആഴ്ചയായിന്ന് പറയുന്നു. ഈ സമയത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഓഫീസിൽ ചെന്ന് നോക്കായിരുന്നില്ലേ? അവിടെയും ഞാൻ പോയി നോക്കിയല്ലോ. ഓഫീസ് പോയപ്പോ അവൻ പണിത്തിരക്കിലാണെന്നാ പറഞ്ഞത്. അവൻ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? അതിന് കാരണമുണ്ടെന്നേ എനിക്ക് അവനെ സംശയമുണ്ട്. പറയുന്നത് കേട്ട് പരിഭ്രമിക്കണ്ട. ആ പെണ്ണുമായിട്ട് അവന് നല്ലൊരു കണക്ഷനുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ എന്തെങ്കിലും ജോലി തിരക്കുണ്ടായിരുന്നിരിക്കും. അവൾ എവിടെയാണെന്ന് എനിക്കും ശോഭാന്റിക്കും മാത്രമേ അറിയൂ. അവരത് ആരോടും പറയേയില്ല. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാലും മതി. ഏതായാലും സൂക്ഷിച്ച കൊള്ളാം. ഞാൻ വരട്ടെ. ആ. ഹലോ സാർ. ഉം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ എന്താ പറയാനുള്ളത്? നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാ. നല്ലൊരു ഭാര്യ ഉള്ളപ്പം വേറൊരു സ്റ്റെപ്പിനെയും കൂടെ. അത് ചോദിക്കാൻ നീ ആരാ? ഞങ്ങളെ യൂത്ത് വിങ് മെമ്പേഴ്സാ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അത് നല്ലതിനാവില്ല. അതിന് ഞങ്ങൾ വഴക്കിനൊന്നുമില്ല. നിങ്ങൾക്കും ആ പെണ്ണിനും എന്താണ് സംബന്ധം? പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞേ ആവണം. സൗകര്യമില്ല. പറയണ സാർ, പറഞ്ഞേ പറ്റൂ. റാസ്കൽ. സാറേ, നിങ്ങളാകണ പോയാലോ?
നീ അകത്തേക്ക് പോ